ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മൾ അസൻക ഓഫർ ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അങ്ങനെ പൊളിച്ചില്ലേ? അപ്പൊ ഈ പ്രാവശ്യം തരാൻ പോകുന്നത് ഇതാ ഒരു 2026 വരെ പേപ്പറുള്ള ഇനോവ തരാൻ പോകുന്നത്. എത്ര അറിയോ? എത്ര കൊടുക്കാം? 290 കൊടുക്കാം. വേണ്ട, നിങ്ങൾക്ക് 2010 ആൾട്ടോ തരാൻ പോകുന്നത്. എല്ലാ സ്ഥലത്തും 1.20 ഒക്കെ ചോദിക്കുന്ന വണ്ടി എത്ര കൊടുക്കാൻ പറ്റില്ല? 80 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് അടിച്ചു കൊടുക്കാം. ഇനി അതേപോലെ തന്നെ കൊറോള വരുന്നുണ്ട്. 2010 ഡീസൽ, 2010 ഡീസൽ ഫുൾ ഓപ്ഷൻ എത്ര കൊടുക്കാം? നമുക്ക് 2,70,000 തരാം. ഇനി അതേപോലെ തന്നെ 2012 ഡീസൽ 1.6 SX ആണ്. SX ഓപ്ഷണൽ എത്ര കൊടുക്കാം? 3,20,000. കഴിഞ്ഞിട്ടില്ല. 2014 2015 സ്വിഫ്റ്റ് ഡീസൽ നമുക്ക് 4 ലക്ഷം രൂപ. ഇനി എന്താ പറയോ? ചെറിയ മാറ്റക്കാൾ വരുമ്പോ ചെയ്ത് കൊടുക്കല്ലേ? 4 ലക്ഷം രൂപ. കഴിഞ്ഞിട്ടില്ല. ഓഫറിന്റെ പൂരാണ് മക്കളെ. അതാ ഉള്ളോട് കയറാൻ പോവാണ്. അസൻക പൂരം തുടങ്ങല്ലേ നമുക്ക്? അസൻഖാന്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാത്തുക എന്താ പ്രൈസ് പാകത്തിന് ബഡ്ജറ്റ് കാറുകൾ. അതേപോലെ തന്നെ ഓഫർ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോകളൊന്നും പറയാത്തൊരു കാര്യമാണ്. വെറും 250 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമ്മൾ വള്ളക്കടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഓഫർ കാണിക്കൂലേ, പരിപാടി ഞാൻ നിർത്തേ. ഞാൻ ഇതുവരെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കണോ? ഇല്ല, പറഞ്ഞിട്ടില്ല. വേഗമായി ചെയ്തിട്ട് ഇന്ന് തന്നെ നമുക്ക് ഫുള്ളാക്കണം. പിന്നെ അസൻക എന്തൊക്കെയുണ്ട്? തുടങ്ങല്ലേ? നമുക്ക് പൂരം തുടങ്ങല്ലേ? അപ്പൊ ഞാൻ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓഫർ വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കും. ചെറിയൊരു പരിപാടിയായിട്ട് ഒരു മാസമൊക്കെ വീഡിയോ ഉണ്ടാവില്ല. അപ്പൊ അസൻഖാനെ വേഗം വിളിച്ചെടുക്കാൻ തന്നെ വേഗം പോരി വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങാം. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇടായിരുന്നു. കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊല്ലത്തുള്ളവർക്ക് കാക്കഞ്ചേരി കോഴിക്കോട് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി അല്ലേ? അല്ലമീൻ യൂസുകാർ വന്നു കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ ഇങ്ങ് തരാൻ പോവാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ മാതിരി തന്നെ വണ്ടി എടുക്കുന്നത് തന്നെ പൂർണ്ണമായും ചെക്ക് ചെയ്യുക അല്ലേ? പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. മുത്താർ അസൻഖ എന്നും പറഞ്ഞിട്ട് എടുത്തെന്ന് പറഞ്ഞ് കേൾക്കണ്ട. അപ്പം നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ഫസ്റ്റ് എവിടെ തുടങ്ങാം? 2010 ആൾട്ടോന്നാണ് തുടങ്ങാം അല്ലേ? നമ്മൾ മാരുതി എന്നാണ് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ 800 തുടങ്ങാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് എടുത്തത്? 2008 MPFI AC ആണ്. പിന്നെ അഡീഷണൽ പവർ സ്റ്റാരിങ് ആഡ് ചെയ്താണ്, പവർ ബ്രേക്ക് ചെയ്താണ്, അലൈവീൽ ചെയ്താണ്. 29 വരെ പേപ്പറും ചെയ്ത് കൊടുക്കാം. റിന്യൂവൽ എടുത്ത് കൊടുക്കാം. പ്രൈസ് നമുക്ക് 90 രൂപ കൊടുക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, AC കാര്യങ്ങൾ വർക്കിംഗ് ആണ്. പുതിയ ചെയ്താൽ ഓക്കെ. ലാസ്റ്റ് 90 രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ സ്വിഫ്റ്റിലേക്ക് പോവാം. ഇത് 14-15 VDI ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ 1.15 ഓടിയുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് പ്രൈസ് നമുക്ക് 4 രൂപ. ലാസ്റ്റ് ആണോ ഫൈനൽ ആണോ? ഫൈനലാണ്. ഇനി വരുമ്പോ ചെറിയ മാറ്റൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങോട്ട് 4 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 4 രൂപ ലോൺ ചെയ്ത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കൊറോള നോക്കാം. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? കൊറോള അൾട്ടീസ് ആണ്, G ആണ്, ഡീസലാണ്. ഫുൾ ഓപ്ഷൻ 2010 ആണ് മോഡൽ. 2010 ഡീസൽ. ഓക്കെ, റീറൈസറാട്ടോ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് മാറിയില്ല. ഇത് 2,70,000 കൊടുക്കാം. 2,70,000. ലോണ് കയറും? ലോണ് സേർട്ട് കയറും. എത്ര കയറും? സേർട്ട് നമ്മൾ ലോക്കൽ അഡ്രസ്സിലേക്ക് 1.25 രൂപ 1.25 ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു വെർണ വരുന്നുണ്ട്. വെർണ എങ്ങനെ? 2012 1.6 SX ആണ്. 6 എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഡീസലാണ് വരുന്നത്. ഡീസലാണ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 1.16 ഓടി. റീപ്ലേസ്മെന്റ് കാര്യമൊന്നും. ഇത് പക്ക കേരള വണ്ടിയല്ലേ? പക്ക കേരള വണ്ടി, സിംഗിൾ ഓണർ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കുക? ഫൈനൽ 3.10 കൊടുക്കാം. 3.10 കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. നമ്മൾ 2010 ഓഫറിൽ പറഞ്ഞ വണ്ടി. അതെ, 2010 LXI ആണ്. LXI ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 3 ടയർ പുതിയതാണ്. AC പവർ സ്റ്റിയറിംഗ് വർക്കിംഗ്. ഓക്കെ, പുതിയ ഇൻഷുറൻസ് അടിച്ചിട്ട് 80 രൂപ കൊടുക്കും. 80 രൂപയ്ക്ക് ചെറിയ റീപ്ലേസ് ഉണ്ട് വണ്ടി. എന്താ റീപ്ലേസ് ഉള്ളത്? മെയിൻ ഗ്ലാസ് ബോണറ്റ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് അപ്രോൺ എന്തെങ്കിലും? അപ്രോൺ ഒന്നുമില്ല. മെയിൻ ഗ്ലാസും ബോണറ്റും മാത്രമല്ലേ? ലാസ്റ്റ് 80 രൂപ കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2014 1 ലിറ്റർ അൾട്ടോ കേട്ടനാണ് വരുന്നത്. 2014 സെക്കൻഡ് ഓണറാണ്. 1.20 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.10. ലോണ് 1.70 വരെ ചെയ്തു. 1.70. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2012 LXI സിംഗിൾ ഓണർ. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 70,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് 1.45. 1.45 കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വോൾസാന്റെ പോളാണ് വരുന്നത്.
പോളോ എങ്ങനെ ഡീറ്റെയിൽസ് 2012 ഹൈലൈനാ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോളോ റെഡ് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് എൻക്വയറി? ചിറ്റിയ ഫോൺ വന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ പോളോ എങ്ങനെ ഡീറ്റെയിൽസ്? 2012 ഹൈലൈനാണ്, സെക്കൻഡ് ഓണർ ആണ്, ഡീസലാണ് വരുന്നത്. കിലോമീറ്റർ എത്ര വരുന്നത്? 124 ഓടിയുണ്ട്. പക്ക കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 250 കൊടുക്കാം. 250 270 ആണ് ഇതിൽ ഇട്ടത്. ലാസ്റ്റ് 250 കൊടുക്കല്ലേ? ഇതിലിപ്പോ ഈ ഒരു വണ്ടി ഇപ്പൊ പുതിയ രാത്രി ചെയ്ത് കൊടുക്കും, ടയറൊക്കെ മാറ്റി കൊടുക്കും. സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? 2019 VXi 35,000 കിലോമീറ്റർ ഓടി, പെട്രോൾ VXi ആണ് വരുന്നത്. ഒന്നുമില്ല, സെക്കൻഡ് ഓണർഷിപ്പ്, വെറും 35,000 കിലോമീറ്റർ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? 610. എത്ര ലോൺ കയറും? ഒരു 5,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 60,000 വണ്ടി സുഖമായിട്ട് വിടുന്ന നടക്കാം. ഞാൻ അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് കൂടി വരുന്നുണ്ട്. ZXi പ്ലസ് ഓട്ടോമാറ്റിക്കാ. ZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? അത് 2018 സിംഗിൾ ഓണർ പെട്രോൾ ആണ് വരുന്നത്. കിലോമീറ്റർ 110 ഓടിയുണ്ട്. 110 ഓടിയുണ്ട്. കമ്പനി പ്രോപ്പർ സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 620 കൊടുക്കാം. 620 ഓട്ടോമാറ്റിക്, ചെറിയ മാറ്റം വരുത്തി ഏത് വണ്ടിയാലും കൊടുക്കും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ 5.25 ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് മഹീന്ദ്രന്റെ KUV 2016 K4 സെക്കൻഡ് ഓണർ, 1.8 ഓടിയുണ്ട്, പെട്രോൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 5 സീറ്റർ ആണ്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? ഇത് 290. എത്ര ലോൺ കയറും? ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. മാക്സിമം ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഡിസയർ ഏതാ മോഡൽ? 2016 സിംഗിൾ ഓണർ, ഡീസലാണ് VDI അഡീഷണൽ ABS അലൈവിലൊക്കെ വരും. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർ, കിലോമീറ്റർ 116. റീപ്ലേസ്മെന്റ് എന്താണോ? ഉണ്ട്. എന്താണ്? ബോണറ്റ് മെയിൻ ഗ്ലാസ്. ബോണറ്റ് എന്ത് നെവർ മൈൻഡ് ആയിട്ടാണ് പറയുന്നത്. ഉണ്ട് ബോണറ്റ് മെയിൻ ഗ്ലാസ് ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രൈസിൽ നല്ലൊരു മാറ്റം മാറ്റമുണ്ട്. നമുക്കൊരു 4 റുപ്യ കൊടുക്കാം. 4.5 വരെ ലോണും കയറും. 4 വരെ ലോൺ, ക്യാഷ് ബാക്ക് ഒരു 50,000 ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട്, നല്ലൊരു ബ്ലൂ കളർ. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് കൊടുത്തോ? ഓ, ഞാൻ ഈ ഒരു 2019 ZDI പ്ലസ് ഡീസൽ ആണ് വരുന്നത്. 2019 ZDI പ്ലസ് സിംഗിൾ ഓണർ, 1.9 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 6.50 കൊടുക്കാം. 6.80. എത്ര ലോൺ കയറും? ഒരു 6.5 വരെ ലോൺ കയറും. ഒരു 30,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കല്ലേ? പ്ലസ് ആട്ടോ, സിംഗിൾ ഓണർ 2019 റയർ പീസ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ബ്രസ വരുന്നുണ്ട്. ബ്രസ ഏതാ മോഡൽ വരുന്നത്? 2016 VDI. 2016 ഡീസൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്, 1.7 ഓടി, കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ എന്താ പാട്? പക്കാ നീറ്റാ, നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് അങ്ങനെ വരുന്നത്? നമുക്ക് 6.35 കൊടുക്കാം. 6,35,000 മാക്സിമം ലോൺ. മാക്സിമം 5.25 രൂപ എന്തായാലും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു എക്കോസ്പോർട്ട് വരുന്നുണ്ട്. എക്കോസ്പോർട്ട് 2015 ടൈറ്റാനിയം പ്ലസ്. 2015 ടൈറ്റാനിയം പ്ലസ് ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4ാമത്തെ ഓണറാണ്. കിലോമീറ്റർ 130. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5 രൂപ കൊടുക്കാം. 5 രൂപ. എത്ര ലോൺ കയറും? 4.25 രൂപ ലോൺ ചെയ്തു. 4.25 വരെ ലോണും കയറും അല്ലേ? ഓക്കെ, ഇനി റിഡ്സ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കണ ഒരു 3 അടുപ്പിച്ചിട്ട് 3 കൊടുക്കാനുള്ളതാണോ? ഒക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഈ റിഡ്സ് അങ്ങനെ ഡീറ്റെയിൽസ്? 2012 ആണ്, VDI ആണ്, ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർ. കിലോമീറ്റർ 1.40 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2.45 കൊടുക്കാം. 2.40. 2012 VDI. വർക്ക് കാര്യങ്ങളൊന്നും ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് റിഡ്സ് വരുന്നുണ്ട്. 2013 VXi സിംഗിൾ ഓണർ, പെട്രോൾ. 2013 VXi സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 74,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ? 3.10 കൊടുക്കാം. 3.10 മൂന്നാക്കാൻ പറ്റുമോ? 3 കൊടുക്കാം. ആള് വന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര ലോൺ കയറും? ലോണ് 2.5 ലോൺ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന റിഡ്സ് ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2012-13 റൈസർ. 12-13 ഡീസലാണ് വരുന്നത്. അതെ, ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് 4 128 ഓടിയുണ്ട്. 128 ഓടിയുണ്ട്. 4ാമത്തെ ഓണർഷിപ്പ് 128 ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണ്? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ ഫൈനൽ? പ്രൈസ് നമുക്ക് 2.90 കൊടുക്കാം. 2.90 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, സെലേറിയോ ഓട്ടോമാറ്റിക് ആണോ മാനുവലാണ്? മാനുവലാണ്. ഡീസലോ പെട്രോളോ? ഇത് പെട്രോളാണ്. 2017 മോഡൽ ZXi. 2017 1.23 ഓടിയുണ്ട്. 2ാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഒരു 3.80 കൊടുക്കാം. 3,80,000 മാക്സിമം ലോൺ. ഒരു 3.5 ലോണും ചെയ്തു. ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്?
i20 2013 സ്പോർട്സ് 2013 സ്പോർട്സ് അതെ. i20 അതെ. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ഓടിയാണ്. 1.5 റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, വേറെ പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത് പ്രൈസ് നമുക്ക് 2.95. 2.95. മാക്സിമം ലോൺ കയറില്ലേ? ഓ 2.5 റുപ്യ 2.60 എന്തായാലും ലോൺ 2.60 എന്തായാലും കയറും അല്ലേ? ഓക്കെ. ഇന്ത്യയിലൊക്കെ എന്താ പാട്? പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു എക്സ്പ്രസോ വരുന്നുണ്ട്. എക്സ്പ്രസോ ടോക്കൺ ആയിട്ടുണ്ട്. അപ്പൊ നോക്കണ്ടല്ലേ നമ്മള്? ഓക്കെ. ഈ ഒരു 800 ഇത് 2017 ആണ്. 71,000 കിലോമീറ്റർ ഓടി. എത്ര? 71. 71 2021 അല്ല? 2017 71,000 കിലോമീറ്റർ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 2.70 കൊടുക്കാം. 2.70. ഓക്കെ. ഈ ഒരു 800 2019 LXI സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 ഓടിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 2.90 കൊടുക്കാം. 2.90. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നതോ? 2017 ആണ്. 2017 LXI ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? 2.45 കൊടുക്കാം. 2.45 കൊടുക്കാം. മാക്സിമം ലോൺ? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്തു. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു ഇയോണും കൂടി ഉണ്ട്. ഇയോണും കൂടി കാണിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിച്ചിട്ട് സെക്കൻഡ് പാർട്ട് എന്തായാലും ബഡ്ജറ്റുകാർക്ക് തന്നെ ഒരുപാട് ഉണ്ടല്ലോ. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡൽ 13 റൈസർ. 13 റൈസർ ആണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഇറാ പ്ലസ് ആണ്. ഓണർഷിപ്പ് 5ാമത്തെ ഓണറാണ്. ഓണർഷിപ്പ് കുറച്ച് കൂടിക്കണല്ലേ? കിലോമീറ്ററോ? കിലോമീറ്റർ 1.37 ഓടി. 1.37. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? വീഡിയോ തുടങ്ങുന്ന പ്രൈസ് പറയുന്നതിന് മുന്നേ ഓണർഷിപ്പിൽ മാറ്റമുണ്ട്. അല്ല, ഓണർഷിപ്പ് കൂടുതലാണ്, കിലോമീറ്റർ കൂടുതലാണ്. അതിനനുസരിച്ചുള്ള പ്രൈസ് കുറയണം. കാരണം ഞാൻ ഇന്ന് സംസാരിച്ചിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലേ? നമ്മളെ ഫോളോവേഴ്സും സബ്സ്ക്രൈബറും പറയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. 1.38 കൊടുത്താൽ 38 കണക്ക് എന്താണ്? അല്ല, മാക്സിമം കുറച്ചിട്ടാണ്. എന്താ ഒരു 35 ആക്കിയാലോ? 35 ആള് വന്ന് നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ മാഗ്നന്റെ സെറ്റ് ഒക്കെ ആഡ് ചെയ്താ സീറ്റ് പുതിയ ചെയ്തിട്ടുണ്ട്. 2012 2013 രജിസ്ട്രേഷന് ഇയോൺ ഇങ്ങനെ തരാൻ പോകുന്നത് 1.35. പുതിയ ഇൻഷുറൻസും കൊടുത്തു കൊടുക്കാം. ഓക്കെ. ഇനി നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഒരുപാട് കാണിക്കാറുണ്ട്. അപ്പൊ പാർട്ട് 2 വേണ്ടിട്ടല്ലേ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്പോട്ട് ഒന്നും കൂടി പറഞ്ഞാണ് പെട്ടെന്നുള്ള ഒരു സഡൻ ബ്രേക്കാണ് ഇപ്പൊ പോയത്. രാമനാട്ടുകര കാക്കഞ്ചേരി യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി. നമ്മുടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഹസൻ ഖാന്റെ നമ്പറിൽ അടിയിലേക്ക് വിളിച്ചോളി. വേഗം വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ വിളിച്ച് കൺഫേം ആക്കിയിട്ട് വരല്ലേ? ലോകം എന്നൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി പോയി സ്വിപ്പായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പൊ അടിയിൽ നമ്പർ ഉണ്ട്, വേഗം വിളിച്ചോളി. പാർട്ട് 2 വെയിറ്റ് ചെയ്തോളി. ഒരുപാട് വണ്ടികൾ ഇനിയും കാണിക്കാറുണ്ട്. മൊത്തം